പണ്ട് സ്കൂൾ കാലഘട്ടത്തിലെ ഞായറാഴ്ചകൾ ഭയങ്കര സുഖമായിരുന്നു. രാവിലെ കുറച്ച് താമസിച്ച് എഴുന്നേറ്റാൽ മതി. ചായയും പലഹാരവും ഒക്കെ കഴിച്ചതിന് ശേഷം തൊടിയിലും പറമ്പിലും ഒക്കെ ഓടിച്ചാടി നടക്കാം. ഉച്ചയാകുമ്പോൾ നല്ല ചൂട് ചോറും കറികളും ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു ഉച്ചമയക്കം. പിന്നീട് അടുത്ത ദിവസം സ്കൂളിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടിക്കൂട്ടി ഒന്ന് ചെയ്തിട്ട് 4 മണിക്ക് മുമ്പ് തന്നെ കുളിച്ച് ദൂരദർശനിൽ മൂവി കാണാൻ വേണ്ടിയിരിക്കും. അന്ന് നേരത്തെ കിടന്നുറങ്ങും കേട്ടോ, അടുത്ത ദിവസം സ്കൂളുണ്ടായതുകൊണ്ട്. പിന്നെ കോളേജിലേക്ക് വന്നപ്പോൾ വർക്കിംഗ് ഡേയ്സും സൺഡേയ്സും തമ്മിൽ ഡിഫറൻസ് ഇല്ലാണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നീട് എപ്പോഴെങ്കിലും ഈ മിസ്സായ സൺഡേയ്സൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷെ ഞാനൊരു അമ്മയായി ഒരു ഗൃഹസ്ഥയായപ്പോഴാണ് മനസ്സിലായത് ഇനി പഴയ ഞായറാഴ്ചകൾ പോലൊരു ദിവസം കിട്ടില്ല. എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കാറുണ്ട്. ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് വന്ന മാറ്റം മനസ്സിലായത്. ചില മാറ്റങ്ങളൊക്കെ വളരെ നല്ലതിനാണ്, ചിലതൊക്കെ നൊസ്റ്റാൾജിയും ഉണ്ടാക്കും. എന്ന് കരുതി ഇപ്പോഴത്തെ സൺഡേ ബോറിംഗ് ഒന്നുമല്ല കേട്ടോ. പണ്ട് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നടക്കാറുണ്ട്. കൂടുതലും സൺഡേസ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്യും. ഇപ്പോഴും അങ്ങനെ ഒരു ഔട്ടിംഗ് ഞങ്ങൾ പോവുകയാണ്. ഞാനൊരു വർക്കിംഗ് മദർ ആയതുകൊണ്ട് തന്നെ സൺഡേസാണ് മോനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്. കുട്ടികളുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ് അല്ലേ? അവരായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോൾ അതൊക്കെ ഇനി ഭാവിയിലും നൊസ്റ്റു ആകേണ്ട ചില കാര്യങ്ങളാണ്. എൻ്റെ മോന് യാത്രകൾ പൊതുവെ ഇഷ്ടമാണ്. ഇപ്പം അവൻ ചെറിയൊരു ഉറക്കച്ചിവയിലാണ്. ഞങ്ങൾ പോയത് ഉപ്പുമുളകും എന്ന് പറഞ്ഞൊരു ഫാമിലി ബസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലൊരു ആംബിയൻസ് ആണ്. ആസ് യൂഷ്വൽ ഞങ്ങളുടെ കട്ടൻ ചായ വന്നു. പിന്നെ അതിന് പുറകെ പത്തിരിയും പൊറോട്ടയും ബീഫും ചിക്കൻ കറിയും അങ്ങനെ എല്ലാം വന്നു. നല്ല കുശാലായൊരു ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഞങ്ങൾ ഫ്രൂട്ട് ബേ പോയി. അഴിച്ചുവിട്ട പട്ടം പോലെ അങ്ങനെ പറന്ന് നടക്കാനൊരു ദിവസം. ഓരോ നിമിഷവും നല്ല മെമ്മറബിൾ ആക്കണം എന്നാണല്ലോ. പക്ഷേ മെമ്മറബിൾ ആകാത്ത കാര്യങ്ങളും ലൈഫിൽ നടക്കാറുണ്ട്. നമുക്കൊട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും നടക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരു പോസിറ്റീവ് സെൻസിലെടുത്താൽ ഈ ദിവസവും പോകും, ഈ മണിക്കൂറും പോകും എന്ന് വിചാരിച്ചാൽ നമുക്കെല്ലാം ഈസിയാകാൻ പറ്റും. സന്തോഷങ്ങളിൽ ഒരുപാടങ്ങ് സന്തോഷിക്കാതെയും ദുഃഖങ്ങളിൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കാതെയും ഒരു മിതമായ ജീവിതം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കും.